ഇന്ന് നമ്മുടെ ഡ്രോണിന്റെ കുറച്ച് ക്രേസി ഷോട്ട്സ് എടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ വലിപ്പിക്കില്ല, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ക്രേസി ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ ഒരിക്കലും ലാൻഡിങ് ടെൻഡൻസിയിൽ നിൽക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ഡ്രോൺ ഫ്ലൈയിങ്ങിലാണ് നമുക്ക് ഈ ഒരു ക്രേസി ഷോട്ട്സുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഡ്രോൺ ഷോട്ടിൽ നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഗോ കൊടുക്കാണ്. 3, 2, 1. ഡ്രോൺ ഷോട്ടിന് ശേഷം ഇനി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സർക്കിൾ ഷോട്ടാണ്. അപ്പോൾ സർക്കിൾ ഷോട്ട് എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അതായത് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത്, അതായത് നമ്മുടെ ഡ്രോണിൽ ഓൾറെഡി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഗോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ട്, അതായത് ആ ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തുകൊണ്ട് ഡ്രോൺ കംപ്ലീറ്റ്ലി ഒരു സർക്കിൾ ഷോട്ട് അടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സർക്കിൾ ഷോട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോണേ ഹെലിക് ഷോട്ടാണ്. അപ്പോൾ ഹെലിക് ഷോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. 3, 2, 1. അപ്പോൾ നമ്മുടെ ഹെലിക് ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഡ്രോൺ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഷോട്ട് നോക്കി നോക്കാം. ഡ്രോൺ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ അടുത്ത ഷോട്ട് എടുക്കാൻ പോവാണ്. അതിന് നമ്മുടെ ക്യാമറ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുത്ത ഷോട്ട് ക്വിക്ക് ഷോട്ടിൽ തന്നെ ആയിട്ടുള്ള റോക്കറ്റ് ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. 3, 2, 1. റോക്കറ്റ് ഷോട്ട് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ബൂമറാങ് ഷോട്ട് നോക്കി നോക്കാം. സോ ഗൈസ്, ഇതിൽ ഫൈനൽ ഷോട്ടായ നമ്മുടെ ആസ്ട്രോയിഡ്, അതായത് നമ്മുടെ 360 ഷോട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് നോക്കി നോക്കാം. സോ നമ്മൾ കുറച്ചും കൂടി ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രോൺ നമ്മൾ താഴ്ത്തിയുണ്ട്. അതിന് ശേഷം നമ്മൾ ക്യാമറ ഒക്കെ ഒന്ന് ഒട്ടിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഗോ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഷോട്ട് 3,
Three, അപ്പോൾ two, 360 ഷോട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമ്മുടെ ഡ്രോൺ ഓൾറെഡി മേലേക്ക് പോയി അതിനുള്ള ഒരു പിക്ചേഴ്സൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഷോട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൽ 360 ഷോട്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. സോ നമ്മൾ ഡ്രോൺ ഓൾറെഡി ഷോട്ട്സുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ GPS എവിടെയാണോ ലൊക്കേറ്റ് ചെയ്ത് ആ ലൊക്കേഷൻ നോക്കി നമ്മൾ ഡ്രോൺ ലാൻഡ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേ നോക്കിയേ നമ്മൾ ഇത്ര ക്രേസി ഷോട്ട് എടുത്ത ശേഷം നമ്മൾ ഡ്രോൺ കണ്ടോ, വൈറ്റ് ഡ്രോണൊക്കെ ആകെ പൊടി പിടിച്ച് എന്താ പറയുക, ഇനി ക്ലീൻ ചെയ്യണം, വീട്ടിൽ പോയിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രേസി വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും. അതായിരിക്കും ഇറ്റ്സ് മീ അമൽ സവ. ഓക്കെ, ബൈ ബൈ.